ഉണ്ടായിരുന്നല്ലോ, വലിയ പ്രസംഗം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇയാൾ പറഞ്ഞു, ആ ഈക്കൻ്റെ പ്രസംഗം കേട്ടാൽ ഞാനിതിൽ കൂടിയത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഈക്കങ്ങനെ നൂരിശയിൽ കൂടാൻ പറഞ്ഞായിട്ടൊന്നും എൻ്റെ അറിവില്ല. കൂടാൻ പറഞ്ഞില്ലെങ്കിലും ആ ഷെയ്ഖ് വന്നപ്പോൾ ആ ഷെയ്ഖിൻ്റെ കൂടെ സ്റ്റേജിലുണ്ടായിരുന്നല്ലോ, ഷെയ്ഖിനെ കുറിച്ച് വലിയ ആളാണെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ പറഞ്ഞു. ഏതായിരുന്നാലും മൂപ്പര് കൂടാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും തെറ്റാന്ന് മൂപ്പര് പറഞ്ഞില്ലേ, അതുകൊണ്ട് നിങ്ങൾ ഒഴിയണ്ടേ. അപ്പോഴേ പറഞ്ഞു, ശരി, കൂടാൻ പറയുമ്പോൾ കൂടാം, ഒഴിവാകാൻ പറയുമ്പോൾ ഒഴിവാകുക, അത് കെട്ടികളോട് പറഞ്ഞിരുന്നു. അപ്പം എന്താ പറഞ്ഞത്? ഇതന്നെ നമ്മളെ അവസ്ഥ. നമ്മളെ കണ്ട് ഒരാൾ കൂടിയാൽ നമ്മൾ പിരിഞ്ഞാലും പിന്നെ അവരും കൊണ്ട് പോരൂല. ഇത് ഏതിൻ്റെ അവസ്ഥ? അതുകൊണ്ട് സംഘടനാ പ്രവർത്തകർ പ്രത്യേകിച്ചും ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തി കാര്യങ്ങൾ വ്യക്തമായി ബഹുമാനപ്പെട്ട ബാബുസ്താദ് ഒരു ക്ലാസ് രൂപത്തിൽ തന്നെ അവതരിപ്പിക്കും. നിങ്ങൾക്ക് വരുന്ന ഉളവാകുന്ന സംശയങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് ക്ഷമയോടെ അതിനെക്കുറിച്ച് ഇതിൻ്റെ അവതരണം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആ എഴുത്തുകൂടെ കൊടുത്താൽ അതിൻ്റെ മറുപടി പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സാലിഹായ അമലായി നമ്മൾ ഇന്ന് സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ ഖുർആന്റെ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഭിവന്യരായ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് അവറുകളെ, വന്യസ്നേഹിതൻ PSK മൊയ്തുബക്കബി അവറുകളെ, വടശ്ശേരി ഹസൻ മുസ്ലിയാർ അവറുകളെ, മറ്റ് പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സദസ്യരെ, വളരെ പ്രസക്തമായതും അവസരോചിതമായതുമായ ഒരു സദസ്സ് ദീനീ സേവകരും ദീനീ വിജ്ഞാനപ്രേമികളുമായ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യന്മാർക്ക് എക്കാലവും നൽകുന്ന ദുരിതാശ്വാസങ്ങളിൽ ഏറ്റവും വലിയ ദുരിതാശ്വാസം ആത്മീയ ദുരിതാശ്വാസമാണ്. ആത്മീയ ദുരിതാശ്വാസത്തിനുള്ള മാർഗം അവർക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. അതുകൊണ്ട് ഈ വൈജ്ഞാനിക വിരുന്ന് വളരെ ഫലപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംഘാടകർക്കും ഇതിൽ സംസാരിക്കുന്ന സാധുക്കളായ നമ്മൾക്കും അല്ലാഹു തആല അവൻ പൊരുത്തപ്പെട്ട സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഒരു കാരണവശാലും ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ ടോർച്ചടിക്കുന്നത് മറ്റൊരാളെ ശല്യം ചെയ്യാൻ വേണ്ടിയല്ല, അയാളുടെ മുമ്പിലേക്ക് വെളിച്ചം കാണാൻ. അതൊന്ന് നീട്ടിയടിക്കുന്നത് തൻ്റെ സഹോദരൻ ഇരുട്ടിൽ തപ്പി എവിടെയെങ്കിലും കുഴിയിൽ വീഴരുത് എന്ന സ്നേഹം കൊണ്ട് മാത്രമാണ്. ഒരിക്കലും അങ്ങനെ ടോർച്ചടിക്കുന്ന ആളെ ശത്രുവായി നാം കാണാൻ പാടില്ല, നമ്മുടെ ഗുണകാംക്ഷിയായി മാത്രമേ കാണാൻ പറ്റൂ. ജീവിതത്തിൽ വിവിധങ്ങളായ വീക്ഷണങ്ങളുള്ളവരുണ്ട്. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിതമാകുന്ന നാണയത്തിൻ്റെ ഒരു പുറം മാത്രം കാണുന്നവരുണ്ട്, അവർ മറുപുറം കാണാൻ ശ്രമിക്കുന്നില്ല. ആ പുറമാണ് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളത്. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, പരലോകമാണ് ഏറ്റവും ഉദാത്തമായത്, പരലോകമാണ് അനശ്വരമായത്. വൽ ആഖിറത്തു ലഹിയൽ ഹയവാനു ലൗ കാനൂ യഅലമൂൻ, പരലോകമാണ് എന്നൊന്നും നിലനിൽക്കുന്നത് അവർ ചിന്തിക്കുന്നവരും മനസ്സിലാക്കുന്നവരുമെങ്കിൽ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷണഭംഗുരമായ നൈമിഷികമായ ഭൗതിക ജീവിതത്തിൽ
അല്ലാഹുത്താല ചില വിധിവിലക്കുകൾ ഏർപ്പെടുത്തി മനുഷ്യനെ പരിശോധിക്കുകയാണ്. ആ പരിശോധന എന്തിന്? ആ പരിശോധന അള്ളാഹു കാര്യമായി മനുഷ്യന് വല്ലതും നൽകുവാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ദൗത്യം, ജീവിത ലക്ഷ്യം തന്നെ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണല്ലോ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറയുന്ന സൂറത്തുൽ മുൽക്ക് ദിവസേന ഓതൽ സുന്നത്തായ സൂറത്ത്. ദിവസേന മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം അവൻ ഓർക്കുന്നതിന് വേണ്ടി സൂറത്തുൽ മുൽക്ക് ദിവസേന ഓതണമെന്ന് കൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള സൂറത്തുൽ മുൽക്ക് അതിൻ്റെ ആമുഖം തുടങ്ങുന്നത് തന്നെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതത്തെയും മരണത്തെയും അള്ളാഹു തആല സൃഷ്ടിച്ചത് എന്തിനു വേണ്ടി? നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ. ആകാശലോകത്ത് കോടാനുകോടി മലക്കുകളുണ്ട്. ഭൂലോകത്ത് തന്നെ ചേതനവും അചേതനവുമായ സൃഷ്ടിജാലങ്ങൾ ധാരാളമുണ്ട്. അവയ്ക്കൊന്നുമില്ലാത്തൊരു ഡ്യൂട്ടി മനുഷ്യൻ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഡ്യൂട്ടി എന്താണ്? മനുഷ്യൻ്റെ ഡ്യൂട്ടി അള്ളാഹു തന്നെ പറഞ്ഞു, ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിക്കുവാൻ. മനുഷ്യന് വിശ്വസിക്കുവാനും അവിശ്വസിക്കുവാനും, സത്യം പറയുവാനും അസത്യം പറയുവാനും, നന്മ ചെയ്യുവാനും തിന്മ ചെയ്യുവാനും, അനുസരിക്കുവാനും ധിക്കരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങളെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് നിങ്ങൾക്ക് ശ്വസിക്കാൻ വായു, നിങ്ങൾക്ക് മരുവാൻ ഭൂമി, നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം, നിങ്ങൾക്ക് ഭുജിക്കാൻ ആഹാരം, സർവസ്വവും നിങ്ങൾക്ക് നൽകിയ യജമാനൻ ഞാൻ. എന്നെ അറിഞ്ഞ് വിശ്വസിച്ച് അനുസരിച്ച് നിങ്ങൾ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് അനശ്വരമായ ജീവിത സൗഭാഗ്യം നൽകാം. അള്ളാഹുവിൻ്റെ ഓഫറാണ്. അതിന് അല്പകാലം എൻ്റെ നിയമകാർക്കശ്യം നിങ്ങൾ പാലിക്കണം. അവിടെ നിങ്ങളുടെ സ്വാതന്ത്ര്യമില്ല, നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെയില്ല. അവിടെ എൻ്റെ ഇച്ഛ, എൻ്റെ ഇംഗിതം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ആരും വിശ്വാസികളാകുകയില്ല ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. ഞാൻ എന്തൊരു പ്രസ്ഥാനവുമായി വന്നിട്ടുണ്ടോ അതിനോട് അവൻ്റെ ഇച്ഛ അനുഗമിക്കുന്നത് വരെ. സർവാത്മന അള്ളാഹുവിൻ്റെ ദീനിനെ വാരിപ്പുണരണം, പുൽകണം, മാറോട് ചേർക്കണം. അവിടെ തൻ്റെ അഭീഷ്ടങ്ങൾ മുഴുവനും അഗണ്യകൂടിയിൽ വലിച്ചെറിയണം. അതിനാണ് അള്ളാഹു സ്വർഗലോകം അള്ളാഹു വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിമുകൾ എന്ന നിലയിൽ നമുക്ക് എല്ലാവരും ചെയ്യുന്നത് ചെയ്യാൻ പറ്റുകയില്ല, എല്ലാവരും പറയുന്നത് പറയാൻ പറ്റുകയില്ല, എല്ലാവരും ചിന്തിക്കുന്നത് ചിന്തിക്കാൻ പറ്റുകയില്ല, എല്ലാവരും ലാഭിക്കുന്നത് ലാഭിക്കാൻ പറ്റുകയില്ല. ദുന്യാവിൽ ഒരു കണിക പോലും നഷ്ടം വരാൻ പാടില്ല. എല്ലാവരും സമ്പാദിക്കുന്നത് എനിക്കും സമ്പാദിക്കണം. എന്നിട്ട് സ്വതന്ത്രമായി ജീവിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പോകുകയും ചെയ്യണം. അള്ളാഹു താല സ്വർഗവും നരകവും സൃഷ്ടിച്ച് സംവിധാനിച്ചു. ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്ക്, ഒരു വിഭാഗത്തെ നരകത്തിലേക്ക്. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നു, എന്നിട്ടും ഞാൻ സ്വർഗത്തിൽ പോകണം. ഒരു വിഭാഗത്തെ അള്ളാഹു നരകത്തിലിടുന്നു. എന്താ വ്യത്യാസം? എൻ്റെ രക്തവും അവൻ്റെ രക്തവും ഏകദേശം ഒന്ന് തന്നെ. അല്പം ഗ്രൂപ്പ് വ്യത്യാസം എന്ന് പറയുന്ന വ്യത്യാസമുണ്ടെങ്കിലും എല്ലാം ചുവന്ന രക്തം തന്നെ. എൻ്റെ മാംസവും അവൻ്റെ മാംസവും മാംസമാണ്. എൻ്റെ മജ്ജയും അവൻ്റെ മജ്ജയും മജ്ജയാണ്. ഞാൻ കഴിക്കുന്നതും അവൻ കഴിക്കുന്നതും ഒരേ റേഷൻ ഷാപ്പിൽ നിന്നോ ഒരു ഷോപ്പിൽ നിന്നോ വാങ്ങിയ അരി തന്നെയാണ്, അല്ലെങ്കിൽ മറ്റ് ആഹാരമാണ്. ഞാനും അവനും ശ്വസിക്കുന്നത് ഒരേ അന്തരീക്ഷത്തിലെ വായുവാണ്. എന്നിട്ട് ഞാൻ സ്വർഗത്തിലും മറ്റവൻ നരകത്തിലും. ഇങ്ങനെയൊരു പക്ഷഭേദം അള്ളാഹു കാണിക്കുമോ? ഇല്ല. അവിടെ അള്ളാഹു കർക്കശമായൊരു നിയമവ്യവസ്ഥിതി വെച്ചിട്ടുണ്ട്. അത് വിശ്വസിച്ച് അംഗീകരിക്കുന്നു എന്നതുകൊണ്ടാണ് മുസ്ലിമിനെ, മുഅ്മിനിനെ